ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഓണം സീരീസിലെ 6th വീഡിയോ ആണെന്ന്. ആൻഡ് ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പാലട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ് അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആൻഡ് ഇന്നത്തെ ഈ പാലട നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പാലടയാണ്. തൃശ്ശൂർ ഒരു കല്യാണത്തിന് പോയാൽ പാലട ഇല്ലാത്തൊരു കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആ ഒരു റിയൽ പാലടയുടെ സൂപ്പർ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കുക്കിംഗ്. സോ പാലടയ്ക്ക് വേണ്ടിയതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഈ അട ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 100 ഗ്രാം, ഒരു മീഡിയം സൈസ് പേപ്പർ കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ അടുപ്പത്ത് നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ 100 ഗ്രാം അട നമുക്കതിനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി തിളക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ കിടന്ന് വെന്തോളും. ഇനി അതവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നമ്മുടെ പാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിക്കുമ്പോൾ. അതിന് ശേഷം ഞാനിവിടെ 2 ലിറ്റർ പാൽ കൊണ്ടുണ്ടാക്കുന്ന പാലടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു അളവാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഈ 2 ലിറ്റർ പാൽ ഒഴിച്ച് നമ്മൾ ഈ പാലിനെ നന്നായി കുറുക്കിയെടുക്കണം. അതായത് 2 ലിറ്റർ പാലിനെ നേർ പകുതിയാക്കി കുറുക്കിയെടുക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണം. അതാണ്. അപ്പോൾ നമ്മളൊരു 2 ലിറ്റർ പാലിനുണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 ലിറ്റർ പാലട നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായി തിളച്ച് വരണം. ഈ തിളച്ച് കുറുകി വറ്റി വരണം. അതിനുള്ളിൽ നമ്മുടെ അട അവിടെ കിടന്ന് വേവുന്നുണ്ടാവും കേട്ടോ. അതായത് ഓഫ് ചെയ്ത ഫ്ലെയിമിൽ. സോ ഇതാ ഇങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ, അതായത് വറ്റിയിട്ടില്ല, ഒരു മീഡിയം ഒരു കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ആൻഡ് ഈ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം എടുത്ത അടയുടെ കപ്പില്ലേ, ആ ഒരു കപ്പ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക ആ സെയിം കപ്പിൽ. അങ്ങനെ നമ്മളിത് പിന്നെയും ഇളക്കി നന്നായി കുറുക്കിയെടുക്കുക. ആൻഡ് നേർ പകുതി ആവുന്നത് വരെ, അതായത് 1 ലിറ്റർ ആവുന്ന വരെ നമ്മുടെ പാല് പകുതി ആവുന്നത് വരെ കുറുക്കിയെടുക്കുക. അതാ നമ്മുടെ അട കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വെന്ത് വന്ന അട നമ്മൾ നന്നായി പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കുക കേട്ടോ. അതാ ഇതുപോലെ വെക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ പാല് നന്നായി തിളച്ച് ആ മുകളിലെ ലെവൽ വരെ ഉണ്ടായിരുന്ന പാല് ഇതാ തിളച്ച് ഇത്രയായി ഹാഫ് ആവുമ്പോൾ നമ്മൾ നേരെ അതിലേക്ക് നമ്മുടെ അട ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലിലും പഞ്ചസാരയിലേക്കും നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അട ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അടയുടെ കളറാണ് കേട്ടോ നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളർ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നല്ല പിങ്ക് പാലട കിട്ടുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലടയുടെ ഒരു കണക്കെന്ന് വെച്ചാൽ 4 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ആഡ് ചെയ്യാം. ആക്ച്വലി ഒരു 3 കപ്പ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുക, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. 4 കപ്പ് ആക്കാം, അല്ലെങ്കിൽ 3 കപ്പ്. ഞാനിവിടെ 3 കപ്പേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പാലട അല്ല, നമ്മുടെ പഞ്ചസാര. കാരണം ആ ഒരു മധുരം എനിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി, അതായത് ഒരു 4 കപ്പോ 3.5 കപ്പോ ഒക്കെ ആഡ് ചെയ്യാം. എന്നാണ്ടോ ആ ഒരു അടയ്ക്ക് നമ്മുടെ മധുരം പിടിക്കണം. ആ പാലിലുള്ള പഞ്ചസാര ആഡ് ചെയ്തത് പിടിച്ച് വരണം. അതിനാണ് നമ്മളിങ്ങനെ ഇട്ട് നന്നായി കുറുക്കിയെടുക്കുന്നത്. അതിന് ശേഷം നന്നായി ഒന്നും തിളച്ച് കുറുകിയൊക്കെ വന്നപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ പഞ്ചസാര. എനിക്ക് തോന്നുന്നു ഈ ഒരു മധുരം ആപ്റ്റാണ്. ഭയങ്കര മധുരമായിപ്പോൾ, നല്ല കട്ടി മധുരമായിപ്പോൾ. ഈ ഒരു മധുരം നല്ലൊരു ആവറേജ്, നല്ലൊരു മധുരമാണ്. നമ്മുടെ പായസത്തിൻ്റെ അതേ മധുരമാണ്. അപ്പോൾ കണ്ടോ, ആ പാലടയ്ക്ക് നല്ലൊരു പിങ്ക് കളറൊക്കെ വന്നു തുടങ്ങി. ആ ഒരു അടയുടെ കളർ നിങ്ങളുടെ വന്നിട്ട് ഇപ്പം നമ്മുടെ പാലടയുടെ അട നമ്മുടെ പാലിൽ നിന്ന് ആ പഞ്ചസാരയൊക്കെ വലിച്ചെടുത്ത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിനി ഇത് ഇറക്കാം. നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി പിങ്ക് സദ്യ പാലട റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായി വീട്ടിൽ ട്രൈ ചെയ്താൽ നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പാലടയാണ്. നമ്മൾ കഴിച്ചു നോക്കുമ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു അടിപൊളി പാലടയായിരുന്നു. സോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഈ ഒരു ഓണത്തിന് ഈ ഒരു നല്ല അടിപൊളി പാലട. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വരാം. So till then, take care. Bye bye.